രാഹുൽ മാങ്കൂട്ടം ചില തുറന്നു പറച്ചിലുകൾ ഇന്നലെ നടത്തി. ഒരു ചാനലിലാണ്, ഒരു ശ്വാസം വിടാത്ത ഒരു മാധ്യമ പ്രവർത്തകന് മുന്നിലാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറയുമ്പോൾ ശ്വാസം വിടാതെ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ കുറെ കുംഭസാരം, എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, അദ്ദേഹം നടത്തുന്ന ഒരു കുംഭസാരം. കാരണം മറ്റാരും കേൾക്കാനില്ലാത്തത് കൊണ്ടാകാം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ. ഒരു രാഹുൽ മാങ്കൂട്ടം തന്നെ അതിൽ പറയുന്നുണ്ട്, ഒരു കാര്യത്തിന് രണ്ട് വശമുണ്ട്, ഒരു വശം മാത്രം കേട്ട് വിധിക്കാൻ നമ്മളാരും ജഡ്ജികളല്ല. കോടതിയിൽ പോയാലും രണ്ട് വശം കേട്ടിട്ടാണ് കോടതി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി നിർണ്ണയിക്കുന്നത്. മാധ്യമങ്ങൾ അങ്ങനെയല്ല, ഒരു വശം മാത്രം കേട്ടിട്ട് ജഡ്ജിമാരാകും. രാഹുൽ പറയുന്നത് കേട്ടിട്ട് 100% രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല, രാഹുൽ ഈ കേസിലൊക്കെ നിരപരാധിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പറയുന്നത്, ഞാൻ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിയമം അനുശാസിക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ ചെയ്തതൊക്കെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കാര്യങ്ങളാണ്, അല്ലാത്തതൊന്നും ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ പിന്നെ സെക്ഷുവലായിട്ട് പോവുകയോ ചെയ്തിട്ടില്ല. പിന്നെ അതിൽ അതിജീവിതമാർ എന്ന് പറയുന്നവർ അനുഭവിച്ച വേദനകളൊക്കെ നമ്മൾ കാണാതിരിക്കാനും കഴിയില്ല. കാരണം ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഒരാളോട് എത്ര ക്രൂരതയും കാണിക്കാം, 99% ഒരു പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും കാണിക്കാം. പക്ഷേ ഇതൊന്നും അറിയാതെ വരുന്ന ഒരാളാണ് കുഞ്ഞെന്ന് പറയുന്നത്. അത് ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് അതിനെ കൊല്ലണം എന്ന് പറയുന്നിടത്താണ് നീ എത്ര തന്തയ്ക്കാടാ ജനിച്ചതെന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നത്. പച്ചയ്ക്ക് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ആ ഒരു ചോദ്യം വരുന്നത്. രാഹുൽ ഇന്നലെ അക്കമിട്ട് ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ആദ്യമായി ഈ വിവാദം കൊണ്ടുവന്ന റിനി ആൻഡ് ജോർജിൽ തുടങ്ങിയാണ് രാഹുൽ പിന്നെ ഇങ്ങ് വരെ എത്തി. പല കാര്യങ്ങളും പറയുന്നുണ്ട്, പലതും വിഴുങ്ങുന്നുണ്ട്, ചിലത് പിന്നെ അവിടെ ഇവിടെയും തൊടാതെ പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ പറഞ്ഞു തീർന്ന ഉടനെ പിന്നെ രാഹുലിന് പണി കൊടുക്കാൻ കുറെ പേർ രംഗത്തെത്തുകയും ചെയ്തു. രാഹുൽ ആരെയും ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ വാങ്ങിച്ച ചെരുപ്പിന്റെയും സൺസ്ക്രീനിന്റെയും ഷാമ്പൂവിന്റെയും മറ്റു ഇയാൾ ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ആണുങ്ങൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ് പെണ്ണുങ്ങളെ പോലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ജനപ്രതിനിധി ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. കാരണം അത്രമാത്രം ഷാമ്പൂ, വൈറ്റ് ക്രീം, അത് ഇതൊക്കെ വാങ്ങിച്ച്, അതൊക്കെ പോട്ടെ, അവർ തമ്മിലുള്ള റിലേഷൻ്റെ പുറത്ത് ചിലപ്പോൾ വാങ്ങിച്ചതായിരിക്കും അതൊക്കെ. പക്ഷേ ഈ രാഹുൽ ഈ പാലക്കാട് വീണ്ടും മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് സാറിന് തോന്നുന്നത്? രാഹുൽ പാലക്കാട് മത്സരിക്കാൻ, കേരളത്തില് രാഹുലിനെ പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രാഹുൽമാരുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തെ എതിർക്കാനും കുറേയധികം ആൾക്കാരുണ്ടാകും. രാഹുൽ ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ഒരു MLA ആണെന്നുള്ള കാര്യം അദ്ദേഹം ഈ അഭിമുഖത്തിന് കൊടുത്ത സമയത്ത് മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു MLAയിൽ നിന്ന്, ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മോണിക്ക ലെവിൻസ്കിയുമായിട്ട് ഒരു സംഭവം ഉണ്ടായപ്പോൾ അവസാനം അദ്ദേഹം ഇംപീച്ച്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറ്റമേറ്റ് പറയുന്നു. അമേരിക്കൻ ജനത അത് ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹിലാരി ക്ലിന്റനും അത് ക്ഷമിച്ചായിരുന്നു. അതോടുകൂടി ആ പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ തേജോധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഒന്നിലധികം ഓഡിയോയിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്നത് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തെന്നാണ് പറയുന്നത്. ഒരാളുടെ പ്രഗ്നൻസി ഇല്ലാതാക്കാൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, അത് ഒഫൻസീവാണ്. അത് അദ്ദേഹം ചെയ്തതിന്റെ വ്യക്തമായ ഓഡിയോ ഡിജിറ്റൽ എവിഡൻസ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. പിന്നെ ഒരു വിഷയത്തിന് എപ്പോഴും രണ്ടു വശം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു വിഷയമല്ലല്ലോ, ഒന്നിലധികം വിഷയങ്ങളുടെ രണ്ടു വശമാണ് കേരള സമൂഹം ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാരിൽ ഇതുണ്ടാക്കുന്നൊരു ചെയ്ത വികാരം എന്ന് പറയുന്നത്, ബ്യൂട്ടി കോൺഷ്യസിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു സാധനത്തിന് നന്നായിട്ട് പരസ്യം ചെയ്താലേ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അദ്ദേഹം നിർത്തുക, അടുത്ത ഇരയിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കണം എന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയുകയില്ല. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഗൂഢാലോചന അതെല്ലാരും പറയുന്നതല്ലേ? അതെ, ഈ രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ പറയുന്ന ഒരു വേർഡാണ് ഗൂഢാലോചന. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണെന്ന്, മറ്റെല്ലാ ജോലിയെക്കാട്ടിലും ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് ജനങ്ങളെ പ്രതിനിധീകരിച്ച് വരിക എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾ അയാളിൽ നിന്ന് ഒരുപാട്, ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനപ്പുറം
ഇയാൾ ജയിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആളുകൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം ജയിപ്പിക്കുന്നത്. ഈ ജയിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പലരുടെയും ഈ വൈറ്റ് മുഖം, വെള്ളയുള്ള ഡ്രസ്സും ഈ സൗന്ദര്യവും മാത്രമേ കാണൂ. അകത്തുള്ള എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ മാങ്കൂട്ടം ചെയ്തത്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പറയുന്നു, ഞാൻ അത്രയും കഷ്ടപ്പെട്ട കരഞ്ഞ ഒരമ്മയ്ക്ക് ജനിച്ച ഒരു മകനാണ്, എനിക്ക് സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം എന്നറിയാം എന്നാണ് രാഹുൽ പറയുന്നത്. പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരുവിധം ഈ കാര്യങ്ങളെക്കുറിച്ച് കുറേയൊക്കെ അറിയാവുന്ന ഒരു ആൾ കൂടി ആയതുകൊണ്ട് രാഹുൽ ചില ആളുകളോട് കാണിച്ചതൊന്നും അത്ര മാന്യമായ കാര്യങ്ങളല്ല. രാഹുൽ എന്ന് പറയുന്ന ഈ ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അതിക്രൂരമായ പൈശാചികമായ ചില സ്വഭാവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട്. രാഹുൽ അത് കാണിക്കേണ്ടതുപോലെ കൃത്യമായി കാണിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഈ പിന്നെ എന്താ പറയുക, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. അതായത് ഇവരാരും, ഈ ഇരകളാരും ഒരിക്കലും പുറത്തു വന്ന് ഇതൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹം കണ്ടെത്തിയവരെല്ലാം ഇത്രയും ഈ ഇദ്ദേഹത്തിന്റെ ഇരയായവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്നെ വിവാഹിതരും, അല്ലെങ്കിൽ മിക്കവരും ഒക്കെ വിവാഹിതരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് എന്തായാലും തനിക്കെതിരെ ഒന്നും പറയാൻ വരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷെ അതൊക്കെ പണ്ടത്തെ കാലത്താണ്. പിന്നെ ചേട്ടന് അടിച്ചാൽ അടുത്ത കാളോട് ഇവിടെയും കൂടെ അടിച്ചിട്ട് പോകൂ ചേട്ടാ എന്ന് പറയുന്ന പെണ്ണുങ്ങളെ എന്നൊക്കെ മാറി സ്ത്രീകൾ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണ്, നീ പോയെങ്കിൽ പോ, അടുത്ത പിന്നെ വഴി എനിക്ക് നോക്കാൻ അറിയാം എന്നത് എനിക്ക് തോന്നുന്നു ഈ ഇരകൾ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതുപോലുള്ള തേപ്പുകൾ നീയൊക്കെ കാണിച്ചാൽ നിനക്ക് കെട്ടിന്റെ പണി തരാൻ ഞങ്ങൾക്കറിയാം എന്നതുകൂടി ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുമ്പസാരം രാഹുൽ അക്കമിട്ട് പറയുന്നുണ്ട്, ഞാൻ റിനി ആൻഡ് ജോർജ കോൺവെർസേഷൻ പുറത്തു വിടണം, ഞാൻ 24 മണിക്കൂറിനകം റിനിയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച് കോൺവെർസേഷൻ പുറത്തുവിടണം, ഹണിയൻ ഭാസ്കർ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം, ഹണിക്ക് അങ്ങോട്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് അയച്ചത്, എന്താണ് അയച്ചത്, ഏതാണ് അയച്ചത് എന്നുള്ളത് ഹണി ഭാസ്കരൻ പുറത്തുവിടണം. ഷഹനാസാണ് ഇദ്ദേഹം കർഷക സമരത്തിന് പോയപ്പോൾ ഡൽഹിയിൽ ഒരുമിച്ച് റൂം എടുത്ത് താമസിക്കാമെന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്തിയത്. അവർ ഇദ്ദേഹത്തെ പാലക്കാട് MLA ആയതിനു ശേഷം അഭിനന്ദിച്ച കാര്യവും, പാലക്കാട് നീ എന്താണ് മത്സരിക്കാത്തതെന്ന് ചോദിച്ച കാര്യവും, നീ മത്സരിക്കണം എന്ന് പറഞ്ഞ കാര്യവും, ഈ കേസുകൾ വന്നപ്പോൾ നീ പിന്നെ വ്യക്തിഹത്യ ചെയ്തതിന് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യത്തിന്റെ തെളിവുകൾ സഹിതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 3 പേരെ കുറിച്ചാണ് പറയുന്നത്. ഈ ബാക്കി അതിജീവിതമാർ എന്ന് പറയുന്നവരുടെ വേദന പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു. എന്നാൽ അത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ 3 പേരുടെ കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി രാഹുൽ വരുത്തിയിട്ടുണ്ട്. രാഹുലിന്റെ കയ്യിൽ ചാറ്റ് ഉണ്ട്. അങ്ങനെ ഒരു മോശമായ കാര്യത്തിന് ഡൽഹിയിൽ വിളിച്ച എനിക്ക് എന്തിനാണ് ഒരാൾ അഭിനന്ദനം അറിയിക്കുന്നത്, ഞാൻ എന്തിനാണ് പരാതി കൊടുക്കണമെന്ന് ഒരാൾ പറയുന്നത്, ഞാൻ എന്തിനാണ് പാലക്കാട് മത്സരിക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല ഷഹനാസിനുമായി ബന്ധപ്പെട്ട ദുബായിലെ ഒരു പുസ്തക പ്രകാശനത്തിൽ എന്നെ ഗസ്റ്റായി വിളിച്ചു ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം, അത് ഈ അടുത്ത സമയത്ത് എപ്പോഴും, അതായത് ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് വരുന്നതിന് കുറച്ചു കാലം പോകുക. അപ്പൊ ഷഹനാസ് എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്, ഷഹനാസ് എന്തായിരിക്കും ഇതിലൂടെ, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു ഷാഫി പറമ്പിലിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിലൊക്കെ രാഹുൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 പേരോടും, ഈ 3 പേരുടെ കാര്യത്തിൽ രാഹുൽ കൃത്യമായ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരും ആ കോൺവെർസേഷൻ പുറത്തു വിടണ്ടേ? അത് വിടുകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്താണെന്നറിയോ, അവര് വിടാനായിരുന്നെങ്കിൽ നേരത്തെ വിടുമായിരുന്നു. ഇപ്പോൾ അവരുടെ കയ്യിൽ, അപ്പൊ അത് തെറ്റല്ലേ? അവരുടെ കയ്യിലില്ല, അവരുടെ കയ്യിൽ അതില്ല. അത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അത് അദ്ദേഹം ചോദിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നിന്നാൽ ഉള്ളൊരു കാര്യം ചോദിച്ചില്ലേ. അദ്ദേഹം ഇലക്ഷൻ നിന്നാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ വലിയ വികസനം ഉണ്ടാക്കാം എന്ന് പറയും. ഉദാഹരണത്തിന് കാമുകന്മാരോട് പറയുന്നത് പോലെ എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറയുന്നു. അപ്പോൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ ജയിച്ചതിന് ശേഷം എന്ത് പറയുന്നുള്ളതിന് ഉദാഹരണമാണ്, അത് നിലനിൽക്കാൻ പാടില്ല, അതിനെ കളയണമെന്ന് പറയും. ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ ആണ്. അതായത് ഒരു കാര്യം ആവശ്യപ്പെട്ട് അത് ജനങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും അംഗീകരിച്ചാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ അദ്ദേഹം മാറ്റും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഗ്നൻസി കേസിലെ എല്ലാ
ഇരകൾ എന്ന് പറയുന്ന, ഞാൻ അവരെ ഇരയെന്ന് പറയുന്നില്ല, ഉഭയസമ്മതമാണെങ്കിൽ അതിനെ ഇരയെന്ന് പറയുന്ന ഭാഷ ശരിയല്ല, ഇല്ല. എങ്കിൽ പോലും അവരോട് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് മനുഷ്യന് ഒന്നോ രണ്ടോ അബദ്ധമൊക്കെ പറ്റുമെന്നേ, ഒരുപാട് അബദ്ധം പറ്റാൻ പാടില്ല. കാരണം മാതൃകയായി നിൽക്കേണ്ട ആളാണ് ജനപ്രതിനിധി എന്ന് പറയും. പിന്നെ അത് തന്നെയല്ല, അദ്ദേഹത്തിനൊരു വിവാഹ ജീവിതം അർഹിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ വരെ അദ്ദേഹം അവിവാഹിതനാണ്. അപ്പോൾ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു എന്നും പറയുന്നു. അല്ല, നമ്മൾ പരസ്യമായിട്ട് അങ്ങനെ അത് കേട്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ അല്ല, ഈ ഇന്ന് ഇറങ്ങിയ ഒരു വാർത്തയിൽ ഞാൻ കണ്ടു, കയ്യിൽ മോതിരം കിടക്കുന്നതോട്. ഞാൻ ആ ഇന്റർവ്യൂ കഴിയുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മോതിരം ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മളിവിടെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് അന്ന് പറഞ്ഞത് ഇതാണ്, രാഹുൽ അതിജീവിതയെ വിവാഹം കഴിക്കുമെന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ആണെങ്കിൽ 13 വയസ്സുകാരെ ബലാത്സംഗം ചെയ്തു, കോടതി പറയുന്നു വിവാഹം കഴിച്ചാൽ നീ കുറ്റവാളിയല്ലെന്ന് പറയുന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യൻ നിയമത്തെ മറികടക്കാൻ വേണ്ടി അടുത്തൊരു ശബ്ദം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ ആ ശബ്ദം അവസാനിക്കും, എന്തായാലും കെണിയിലായി, അപ്പോൾ ഇനിയിപ്പോൾ ഇയാളുടെ കൂടെ ആകട്ടെ എന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ, കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.